എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തന്തൂരി ചിക്കൻ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഇത്. നിങ്ങളിത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ്റെ ഒക്കെ ഒരു ഗ്രേവി ആണെങ്കിലും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ 1 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. 1 കിലോ ചിക്കന് ഞാനിവിടെ 6 ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ചിക്കൻ കഷ്ണങ്ങളും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്തിട്ട് പൊടിച്ചെടുത്താണ്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തിയും കൂടെ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ്. അധികം പുളിയില്ലാത്ത ഒരു 6 ടേബിൾ സ്പൂൺ തൈരും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ തന്തൂരി മസാല ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീര് നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് വീഡിയോയിലായതുകൊണ്ട് മാത്രം ഞാനൊരു 2 ഡ്രോപ്പ് അളവിൽ റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചിക്കനിൽ നമ്മൾ ആ ഒരു മസാലയൊക്കെ നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ആ ഒരു ചിക്കനകത്ത് ആ ഒരു മസാലയൊക്കെ നല്ലപോലെ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. കുറഞ്ഞത് നമ്മളൊരു 8-9 മണിക്കൂറെങ്കിലും ഇതുപോലെ മസാല തേച്ച് ഈ ഒരു ചിക്കൻ വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയത്ത്. ആ ഒരു മസാലയൊക്കെ നല്ലപോലെ തന്നെ ഒരു ചിക്കനിൽ ആ ഒരു സമയം കൊണ്ട് ഇറങ്ങും. ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു 8-9 മണിക്കൂറൊക്കെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല, താഴെ വെച്ചിരുന്നാൽ മതി. ചിക്കനിൽ ആ ഒരു മസാലയൊക്കെ തേച്ച് ഞാനൊരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുത്താൽ മതി. ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിതുപോലെ പാനിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം. ബട്ടർ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നല്ലപോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ബട്ടർ ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരാൻ ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. ഓയിൽ ഇതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളൊരു ഓവർനൈറ്റ് മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വെന്തൊന്നും മൊരിയിച്ചിട്ടെടുക്കുക. ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു പീസ് ഞാൻ ഓവനിൽ വെച്ചിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മസാലയൊന്നും അധികം പോകാത്ത രീതിയിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ എല്ലാം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മസാല ഇതിനകത്ത് എന്തായാലും ബാക്കി വരും. ഒരു 2 ടേബിൾ സ്പൂണോളം മസാലയെങ്കിലും നമ്മളൊന്ന് ബാക്കി വെക്കുക. അത് നമുക്ക് ഗ്രേവി തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. പാനിൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് മൊരിയിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഉള്ളൊക്കെ നല്ലപോലെ തന്നെ ചിക്കൻ്റെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മൂടി വെച്ച് നമ്മൾ കുറച്ച് സമയം ഒന്ന് വേവിക്കുകയും കൂടെ വേണം. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീ ഒന്ന് കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. ഒരു സൈഡ് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും വീണ്ടും മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ആ ഒരു സൈഡും കൊണ്ട് നല്ലപോലെ തന്നെ നമ്മളൊന്ന് വേവിച്ചിട്ടെടുക്കുക. ചിക്കൻ നല്ലപോലെ തന്നെ വേഗം വേണം, നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ നല്ലപോലെ തന്നെ വേവിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ മൊരിഞ്ഞ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് എടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കിയിട്ടെടുക്കാം. ഈ ഒരു പാനിലേക്ക് നമ്മളിപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുത്ത ആ ഒരു ഓയിൽ തന്നെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
ഇത്രയും ഓയിൽ നമുക്ക് സവാള എന്തായാലും വഴറ്റിയിട്ടെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഫുള്ളായിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഓയിലേക്ക് ഒരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നിടം വരെ നന്നായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഇതുപോലെ ഒന്ന് അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്കൊരു 5 പച്ചമുളക്, അതായത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന ഒരു പച്ചമുളകിൻ്റെ എരിവും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പച്ചമുളകിൻ്റെ അളവ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയ 5 പച്ചമുളക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് എടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചൊവയൊന്ന് മാറി വരുന്നിടം വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 മീഡിയം വലിപ്പമുള്ള തക്കാളി നല്ലപോലെ തന്നെ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ടെടുത്താണ്. തക്കാളി നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തക്കാളി നല്ലപോലെ തന്നെ മിക്സിയിലിട്ട് അരച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ ഒരു ചെറിയൊരു മാഗി ക്യൂബ്സിൻ്റെ ഈ ഒരു പാക്കറ്റ് ഇതുപോലെ പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ചിക്കൻ മിക്സ് ചെയ്തതിൽ ബാക്കി വന്ന ഒരു തന്തൂരി മസാലയാണ്. ഇതൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഒരു തക്കാളിയുടെ ഒരു പച്ചച്ചവയൊക്കെ മാറി വരുന്നതിന് വരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ വറ്റി തക്കാളിയുടെ ഒരു പച്ചച്ചവയൊന്ന് മാറുന്നതിന് വരെ നല്ലപോലെ തന്നെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. തക്കാളിയുടെ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ്. അപ്പോൾ 5 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീരും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ഹോം മെയ്ഡോ റെഡിമെയ്ഡോ ആയാലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ ഒരു പച്ചച്ചവയൊന്ന് മാറി വരുന്നിടം വരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചിക്കനും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പുതിനയിലയും മല്ലിയിലയാണ്. 1 കൈപ്പിടി മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും 1 കൈപ്പിടി പുതിനയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ലപോലെ തന്നെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് തീ നല്ലപോലെ തന്നെ നമ്മളൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ആ ഒരു ഗ്രേവിയൊക്കെ ചിക്കനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 4 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ബസുമതി റൈസാണ് കേട്ടോ എടുക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ ഒരു 4 കപ്പ് അളവിൽ ബസുമതി റൈസ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു 4 ഗ്ലാസ് അരി അളന്നിട്ടെടുത്താൽ മതി. അരി നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഏറെ തന്നെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഈ അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അരി വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഇതുപോലൊരു പാത്രം തന്നെ എടുക്കുക. ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 രീതിയിൽ ചോറ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നെയ്ച്ചോറായിട്ട് നമുക്ക് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരി ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് പാകമായി വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റ് പാകമായി വരുമ്പോഴത്തേക്കും വെള്ളം ഊറ്റി കളയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു തക്കോലും ഒരു 5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള 2 കറുവപ്പട്ടയും ഒരു 4 ഏലക്കായും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു പാക്കറ്റ് മാഗി ക്യൂബ്സും കൂടെ നമുക്ക് ഇതുപോലെ വെള്ളത്തിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാ നീരും കൂടെ നമുക്ക് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂൺ അളവിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇനി ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, എങ്കിൽ അരി വെന്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു പാകത്തിന് ഉപ്പ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളം നല്ല പോലെ തന്നെ ഒന്ന് വെട്ടി തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അരി ഒരു അരമണിക്കൂർ കുതിരാൻ വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഒരു അരിപ്പിലേക്ക് ഒഴിച്ച് നല്ല പോലെ തന്നെ കളഞ്ഞിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 8-9 മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് അരി നല്ല പോലെ തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഒരു 95% തന്നെ നമ്മൾ അരി ഒന്ന് വേവിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അരി ഒരുപാടങ്ങ് വെന്തൊന്നും പോവാതെ കറക്റ്റ് ആ ഒരു പാകമായി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു അരിപ്പിലേക്ക് ഊറ്റിയിട്ട് ആ ഒരു വെള്ളം കളഞ്ഞിട്ട് എടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അരി വേവാനുള്ള കറക്റ്റ് വെള്ളമല്ല ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ചും കൂടെ ഏറെ തന്നെ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരി എനിക്ക് ഏകദേശം ഒരു 95% തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അരിപ്പ് തവിയും കൊണ്ട് കോരി ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് അരിപ്പിലേക്ക് ഊറ്റിയിട്ട് വെള്ളം കളഞ്ഞിട്ട് എടുക്കുകയോ ചെയ്യുക. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാലയുടെ പകുതി നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. മസാല ഇതുപോലെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പകുതി റൈസും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് ഒരു നുള്ളു ഗരം മസാലയാണ്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം മാത്രം പുതിനയിലയും മല്ലിയിലയും കൂടി ഇതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൈസിന് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലൊന്ന് കലക്കിയിട്ടെടുത്താണ്. അത് നമുക്ക് ഇതിലൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും ബാക്കിയുള്ള മസാല നമുക്ക് ഇതിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. മസാല ഫുള്ള് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചോറും കൂടെ മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് വെതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഗരം മസാലയും കൂടെ നമുക്ക് ഇതിലൊന്ന് വെതറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാലിൽ നമ്മൾ ഒരു മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടെ കുറച്ചൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഓറഞ്ച് ഫുഡ് കളർ വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഈ ഒരു മൂടി വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു പാനിൻ്റെ മുകളിലേക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ദം ചെയ്തിട്ടെടുക്കുന്നത്. ഈ നല്ല പോലെ തന്നെ കുറച്ചിട്ടിട്ട് ആ ഒരു ചോറിലൊക്കെ നന്നായിട്ട് ആവി കയറുന്ന ഒരു സമയം വരെ നമ്മളൊന്ന് ദമ്മിൽ വെക്കുക. തീ നല്ല പോലെ തന്നെ കുറച്ചിട്ടിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ല പോലെ അതിനകത്ത് ആവി കയറും. അപ്പോൾ ദമ്മിൽ വെച്ചിട്ട് ചോറിൽ നല്ല പോലെ തന്നെ ആവി കയറിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയൊരു കുഴിയുള്ളൊരു പാത്രം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു ചാർക്കോൾ കത്തിച്ചതോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചിരട്ട കത്തിച്ച കനലോ ഇട്ട് കൊടുക്കുക. കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് പുക വരും. ഈ ഒരു മൂടിയിലുള്ള ഒരു ഹോള് നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ ഒരു പുക ഒട്ടും തന്നെ വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം ഈ ഒരു മൂടി തുറന്നിട്ട് നമുക്കൊരു പാത്രം അങ്ങെടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു തന്തൂരി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ അറബിക് സലാഡും കൂടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആ ഒരു അറബിക് സലാഡിൻ്റെ റെസിപ്പി ഞാൻ ചിക്കൻ മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗ്രേവിയിലേക്ക് ഇടാതെ ഗ്രില്ല് ചെയ്തൊന്ന് മാറ്റി വെച്ചിരുന്ന ഒരു ചിക്കൻ്റെ ഒരു പീസാണിത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.